യൂണിവേഴ്സിറ്റി 100% പ്ലേസ്മെന്റ് പറയുന്നുണ്ടല്ലോ. അപ്പൊ അത് കുട്ടികൾക്ക് എങ്ങനെയാണ് അത് ഉറപ്പാക്കി കൊടുക്കുന്നത്? ഇപ്പൊ പ്ലേസ്മെന്റിന്റെ ഒരു സംശയം ഫസ്റ്റ് എന്നോട് ചോദിച്ചല്ലോ. ഞാൻ ഫസ്റ്റ് എന്നോട് ഒരു ചോദ്യം ചോദിക്കാം. ഇപ്പൊ ഫസ്റ്റ് ആയിട്ട് ഇതുവരെ പ്ലേസ്മെന്റ് ഒരു യൂണിവേഴ്സിറ്റി തരാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അറ്റ്ലാസ്റ്റ് പഠനം എല്ലാം കഴിഞ്ഞിറങ്ങാറാകുമ്പോഴത്തേക്കും ഇപ്പൊ യൂണിവേഴ്സിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഈ രാജ്യത്തേക്കാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ സ്ഥലത്തേക്കാണ് വർക്ക് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞ് യൂണിവേഴ്സിറ്റി ആയിട്ട് തന്നെ ഡിസിഷൻ എടുത്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ആയിട്ട് ഇഷ്ടപ്പെടും? ഇല്ല. ഇല്ല. അതേപോലെ തന്നെയാണ് എല്ലാവരും. നമ്മളിവിടെ ചെയ്യുന്ന അങ്ങനെ ഒരു പ്രൊസീജിയർ അല്ല. നമ്മളിവിടെ പ്ലേസ്മെന്റ് അഷുറൻസ് കൊടുക്കുന്നത് സ്റ്റുഡൻസിന്റെ ചോയ്സ് കൂടി അനുസരിച്ചാണ്. ഇപ്പോൾ സ്റ്റുഡന്റ് ഒരു ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ തന്നെ നമ്മൾ അവരോട് ചോദിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഓരോ സ്റ്റുഡൻസിനും ഏതൊക്കെ രാജ്യത്തേക്കാണ് വർക്ക് ചെയ്യാൻ പോകാൻ താല്പര്യമുള്ളത്. അപ്പോൾ സ്റ്റുഡൻസിന്റെ ചോയ്സ് അനുസരിച്ചാണ് നമ്മൾ ബാക്കി പ്രൊസീജിയേഴ്സ് എല്ലാം കണ്ടിന്യൂ ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഇയർ തൊട്ടേ ഇപ്പോൾ ജർമ്മനിയിലേക്കാണ് സ്റ്റുഡൻറ്റ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് അതിൻ്റെ കൂടെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സ്റ്റുഡൻറ്റ് ജർമ്മൻ വേണ്ട യു കെയിലേക്കാണ് നമുക്ക് ജോലിക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് IELTS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ സ്റ്റുഡൻസിന്റെ ചോയ്സ് അനുസരിച്ചാണ് നമ്മളിവിടെ പ്ലേസ്മെന്റിന്റെ കാര്യങ്ങളും പ്രൊസീജിയേഴ്സ് എല്ലാം മാനേജ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസ് എല്ലാം എല്ലാ കാര്യത്തിലും ട്രെയിൻഡ് ആയിരിക്കും. ഇപ്പോൾ ലാംഗ്വേജിന്റെ കാര്യം എടുത്താലും അതുപോലെ പ്രാക്ടിക്കൽസ് ആണെന്നുണ്ടെങ്കിലും അവർക്കൊന്നിനും ഒരു കൺഫ്യൂഷൻസ് ഇല്ല. എല്ലാം ക്ലാരിഫൈ ചെയ്തിട്ടാണ് ഒരു കുട്ടി അവിടുന്ന് പഠിച്ചിറങ്ങുന്നത്. ഇനിയിപ്പോൾ പ്ലേസ്മെന്റ്സിന്റെ കാര്യം ഏതൊക്കെ രാജ്യങ്ങളിലേക്കാണുള്ളത് എന്നുള്ളത് അവർക്കൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഒന്ന് ജർമ്മനി, UK, അയർലൻഡ്, USA, പിന്നെ UAE, പിന്നെ ഇപ്പോൾ റീസെന്റ് സ്പെയിനിലേക്കും കൂടി നമുക്ക് യൂണിവേഴ്സിറ്റി അവിടുത്തെ ഹോസ്പിറ്റലായിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ടേക്കൊന്നും നോക്കാൻ താല്പര്യമില്ല, നമുക്ക് ജോർജിയ തന്നെ ഒന്ന് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ഇൻട്രസ്റ്റ് എന്ന് വെച്ചോ, നമുക്ക് അതിനും ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ നോൺ ഹോസ്പിറ്റൽ ആയിട്ടുള്ള ഫിനിയൂല് നമുക്ക് അവിടെ സ്റ്റാഫ് നഴ്സായിട്ട് അവർക്ക് കയറാൻ പറ്റും. അതിന് നമുക്ക് വേറൊരു പേപ്പർ വർക്ക്സോ കാര്യങ്ങളൊന്നും വരുന്നില്ല. കാരണം അവിടെ പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസിന്